നമസ്കാരം. ട്രാവൻകൂർ ന്യൂസിലെ പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം ഒന്നുകൂടി. ഞാൻ വരുന്ന കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പേര് ജോസ് ചെമ്പേരി. ഞാൻ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അപ്പം കണ്ണൂർ രാഷ്ട്രീയം കളിച്ചു വളർന്ന ഞാൻ എന്തിനാ ഈ കോട്ടയത്ത് ട്രാവൻകൂർ ന്യൂസിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചോദിക്കാം. ഞാൻ ഈ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ വായാടിത്തം കണ്ടായിരുന്നു. ഇയാൾ ആർക്ക് വേണ്ടിയാണ് ഈ വായാടിത്തം നടന്നത്? എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് കണ്ട് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ്, എന്നാൽ കണ്ണൂർ ഭാഷയിൽ തന്നെ അതിൻ്റെ ചെറിയ മറുപടി കൊടുത്തേക്കാമെന്ന് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇയാളെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, കേരള കോൺഗ്രസിനെ കുറിച്ച് ഇയാൾക്ക് ഒരു ചുക്കും അറിയത്തില്ല. ആട്ടുംകാട്ടം കൂർക്കകളും കണ്ട തിരിച്ചറിയാൻ മേലത്ത് ഇയാളാണ് കേരള കോൺഗ്രസിനെ വിലയിരുത്തുന്നത്. കേരള കോൺഗ്രസ് എന്നാന്ന് ഞാൻ കോട്ടപ്പുറത്തോടൊന്ന് പറയാം. കേരള കോൺഗ്രസ് ജന്മം കൊണ്ടതേ കടുത്ത കോൺഗ്രസ് വിരോധത്തിൽ നിന്നുമാണ്. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോട്ടയംകാർക്ക് പി ടി ചാക്കോ അപരിചിതനല്ലല്ലോ. 1957 EMS ഗവൺമെന്റ് കാലത്ത് പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു. ചാക്കോ എണീറ്റ് നിന്നാൽ ട്രഷറി ബെഞ്ചുകൾ നിശ്ചലമായിരുന്നു. അത്ര പ്രഗത്ഭനായിരുന്നു ചാക്കോ. 60 കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആരാണ് ശരിക്കും മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്? പ്രതിപക്ഷ നേതാവ് ഉജ്ജ്വല വാക്യമയായിരുന്ന പി ടി ചാക്കോ ആയിരുന്നു. പകരം ആരാ ആയത്? ആർ ശങ്കർ. ആയിക്കോട്ടെ, ഒരു വഴക്കും ഉണ്ടാക്കാതെ ആർ ശങ്കറിന്റെ ഗവൺമെന്റില് ആഭ്യന്തരവും റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രിയാണ് പി ടി ചാക്കോ. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായിട്ട് പി ടി ചാക്കോയെ തെരഞ്ഞെടുത്ത്. അറിയാവോ? കോട്ടപ്പുറത്തിന്റെ ജോലി അറിയാവോ? അങ്ങ് അറിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്തത്. ആ പി ടി ചാക്കോ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആ ബന്ധ നിയമത്തിന്റെ അലകും പിടിയും മാറ്റിയത് പി ടി ചാക്കോയാണ്. ഗൗരിയമ്മ കൊണ്ടുവന്നു, പക്ഷെ അത് ശരിക്കും കൊണ്ടുവന്നു പി ടി ചാക്കോയാണ്. 4-5 ദിവസം ഉറക്കം മുളച്ചിരുന്നാണ് അദ്ദേഹം ആ ബില്ല് നിയമസഭ പൈലറ്റ് ചെയ്തത്. ക്ഷീണിതനായ ചാക്കോ ഒരു യാത്ര, വിശ്രമത്തിന് വേണ്ടി ഒരു യാത്ര പീച്ചിയിലേക്ക് നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡിസംബർ മാസം 8-ാം തീയതി അദ്ദേഹം പീച്ചിയിലേക്ക് യാത്ര ചെയ്യുക. അപ്പൊ നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഒരു കേന്ദ്രം അറിയാമല്ലോ. തൃശ്ശൂരെ ലൂർദ് മാതാവിന്റെ പള്ളിയില് തിരുനാൾ നടക്കുക. കുരുത്തോലകൾ കൊണ്ട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. റോഡ് തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ. അപ്പോൾ ഒരു ഇളം നീല അംബാസഡർ കാർ മെല്ലെ വരുന്നു. ഈ ജനക്കൂട്ടം കാരണമായിരിക്കാം ഈ കാർ മെല്ലെ ഒരു ഉന്തുവണ്ടി എതിരെ വന്നൊരു ഉന്തുവണ്ടിക്കാരൻ്റെ മുട്ടി. ഉന്തുവണ്ടിക്കാരനും വീണു. ഉന്തുവണ്ടി കൊണ്ട് തട്ടിയിട്ട് റൂബി മേരി എന്ന 2 പെണ്ണുങ്ങളും വീണു. പി ടി ചാക്കോ മെല്ലെ ഓടിച്ചു പോയി. അപ്പോഴേക്ക് ആരോ വിളിച്ചു പറഞ്ഞു, അത് പി ടി ചാക്കോയാണ് വണ്ടി ഓടിച്ച്, പി ടി ചാക്കോയാണെന്ന് പറഞ്ഞു. ഉടനെ വേറൊരു ഉദ്യോഗം പറഞ്ഞു, മുൻപിൽ പൊട്ടുകുത്തി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരേ പൂരം. ചാക്കോ പോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എത്രയും വേഗം സ്ഥലത്തെത്തി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പീച്ചിയിലേക്ക് പോയത്. അപ്പോഴേക്കും നമ്മുടെ ബഹുജന ജിഹുകളുടെ സദാചാര ബോധം അങ്ങോട്ട് ഉണർന്നു, തട്ടി ഉണർന്നു. അയ്യോ, അന്ത്യപത്രങ്ങൾക്ക് ചൂട് വാർത്ത. പിറ്റേന്ന് എല്ലാ ദിനപത്രങ്ങളിലും വലിയ ഹെഡിങ്ങിൽ ഈ വാർത്തയായിരുന്നു. ചാക്കോ പിന്നെ തിരിച്ചു വന്നു, ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ കഴിയുന്ന വേലായുധനെ കണ്ടു. വേലായുധൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു പരാതി. റൂബിയെയും മേരിയെയും കണ്ടു. അവരും പറഞ്ഞു, പൊന്നു സാറേ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, നിങ്ങൾക്ക് എന്ത് വേണേലും ഞാൻ ചെയ്യാം, നിങ്ങളുടെ ആശുപത്രി ചെലവോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ചാക്കോ തിരിച്ചുപോയി. ഇത് പിന്നെ കേരളം അങ്ങോട്ട് ആഘോഷിക്കുകയായിരുന്നു.
ജനുവരി 28 നിയമസഭ ചേരുന്നു. പക്ഷെ ഒരു മാന്യത EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കാണിച്ചു. EMS ഈ കാര്യത്തിൽ വലിയ തോതിൽ പ്രതികരിച്ചില്ല. പക്ഷെ നമ്മുടെ കോൺഗ്രസിലെ ചില MLA മാര്, ഞങ്ങളുടെ കണ്ണൂരുകാരനായ ഒരു പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറഞ്ഞ P. ഗോപാലൻ നിയമസഭയിൽ പ്രസംഗിച്ചു. മോട്ടോർ വാഹന നിയമപ്രകാരവും ഇന്ത്യൻ പീനൽ കോഡും വ്യഭിചാര നിരോധന നിയമവും ഉപയോഗിച്ച് PT ചാക്കോയെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. EMS മിണ്ടിയില്ല. അതിന് കഴിഞ്ഞ് 30-ാം തീയതി ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ്. അന്ന് ഈ P. ഗോപാലൻ സെക്രട്ടറി നിയമസഭയ്ക്ക് മുമ്പിൽ ഒരു നിരാഹാരം ഇരുന്നു. പത്രക്കാർ വന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ കോൺഗ്രസിലെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ശരിയാണോ? ഈ ഗോപാലൻ പത്രക്കാരോട് എന്നാ പറഞ്ഞറിയോ? ഇന്നലെ ഉറക്കത്തിൽ ഗാന്ധിജി വന്ന് എന്നെ സന്ദർശിച്ചു. ഗാന്ധിജി എന്നോട് വികാരഭരിതനായി ചോദിച്ചു, എടാ ഗോപാല, നീയൊക്കെ ജീവിച്ചിരുന്നിട്ടാണോ ഈ ചാക്കോയെ പോലുള്ള ഒരു തെമ്മാടിത്തരം കാണിക്കുന്നത്? ഇതിന് അവസാനം വരെ ഗോപാലൻ ഇരിക്കണം. അങ്ങനെ ഗാന്ധിജി പറഞ്ഞിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത്രയായപ്പോഴും പത്രങ്ങളൊക്കെ വലിയ വാർത്തയായി. പ്രതിപക്ഷത്തിന് അങ്ങനെ മാറിയിക്കാൻ പറ്റുമോ? ഭരണകക്ഷി തന്നെ ഒന്നാം തൊട്ടൊരു വടി കൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ അത് കണ്ടില്ലെന്ന് നടത്തി പ്രതിപക്ഷത്തിരിക്കാം. പിന്നെ മെല്ലെ EMS പ്രതിപക്ഷം അങ്ങോട്ട് ഇറങ്ങി. ഉടനെ ഗോപാലിന്റെ നിരാഹാര സത്യാഗ്രഹം അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന CK ഗോവിന്ദൻ നായർ ഇടപെട്ട് നാരങ്ങാവെള്ളം കൊണ്ട് കൊടുത്ത് അവസാനിപ്പിച്ചു. 27 MLA മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് ഈ ഗോപാലിന്റെ നേതൃത്വത്തിൽ ഭീഷണി മുഴക്കി. ആരും പറയാതെ ഫെബ്രുവരി 8 PT ചാക്കോ രാജിവെച്ചു. രാജിവെച്ച PT ചാക്കോ പോയത് അരമനകളിലേക്കല്ല. PT ചാക്കോ പോയ മന്നത്ത് പത്മനാഭനെ കാണാനാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീടാണ് ഇളങ്ങോലി വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യം ആലോചിക്കണം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വല്ല പാവപ്പെട്ടവനെ ഊറ്റിപ്പിടിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരും ലോക്കലുകാരും ഒക്കെ ഒരു കാര്യം ആലോചിക്കണം. ആഭ്യന്തരമന്ത്രിയും റവന്യൂ മന്ത്രിയുമായിരുന്ന PT ചാക്കോ കടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു വാഹനമില്ലായിരുന്നു. കോട്ടയത്തെ നല്ലവരായ കോൺഗ്രസ്സുകാര് PT ചാക്കോയുടെ അനുയായികളെ പണം പിരിച്ചൊരു കാർ വാങ്ങിക്കൊടുത്തു. കാർ കിട്ടിയപ്പോൾ ചാക്കോ കോട്ടയം കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. മികച്ച ഒരു അഭിഭാഷകൻ, മികച്ച ഒരു ക്രിമിനൽ വക്കീലായിരുന്ന അദ്ദേഹത്തിനെ തേടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രമാദമായ കേസുകൾ എത്തി. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയില് ഒരു പ്രമാദമായ കൊലക്കേസ് ഉണ്ടായി. ആ കൊലക്കേസും തേടിയെത്തിയത് PT ചാക്കോയാണ്. അദ്ദേഹം കുറ്റ്യാടി സന്ദർശിക്കാൻ വേണ്ടി പോയി. എല്ലാം കുറെ നടന്നു, നല്ല വെയില് നടന്നെല്ലാം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവസാനം കാവിലംപാറയിൽ എത്തിയപ്പോൾ കടുത്ത നെഞ്ചുവേദന. അടുത്ത് കണ്ട കടത്തണ്ണയിൽ കയറി ഇരുന്നു. കുഴഞ്ഞു വീണ PT ചാക്കോ എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കോൺഗ്രസിലെ ഒരു യുഗം അവിടെ അവസാനിച്ചു. PT ചാക്കോ തൊട്ടതെല്ലാം കൈവച്ചതൊക്കെ പൊന്നാക്കിയെടുക്കാൻ മാത്രം വൈഭവമുള്ള ഒരു നേതാവായിരുന്നു. ശക്തിയുടെ പ്രതീകമായിരുന്നു PT ചാക്കോ. ശക്തിയുടെ സ്രോതസ്സായിരുന്നു. PT ചാക്കോ മരിച്ചു. തുടർന്ന് സെപ്റ്റംബർ ആദ്യവാരം നിയമസഭ ചേരുന്നു. ആ നിയമസഭയില് കോൺഗ്രസിന്റെ 15 MLA മാർ ചേർന്ന് ഞങ്ങളൊരു പ്രത്യേക ബ്ലോക്ക് ആയിരിക്കുമെന്ന് സ്പീക്കർ അലക്സാണ്ടർ പറമ്പിത്തറയ്ക്ക് കത്ത് കൊടുത്തു. ആ ബ്ലോക്കിന്റെ നേതാവ് KM ജോർജ് സാറും R ബാലകൃഷ്ണപിള്ളയുമായിരുന്നു. തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി അന്തരിച്ച ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അനുസ്മരണം നടത്തി
നിയമസഭ പിരിയാൻ നോക്കി. കമ്മ്യൂണിസ്റ്റുകാരനെ അച്യുതമേനോൻ ആഞ്ഞടിച്ചു. നിങ്ങൾ കാണിക്കുന്ന നന്ദി കേടാ. പി ടി ചാക്കോയെ കുറിച്ച്, ഇവിടുത്തെ ആഭ്യന്തര റവന്യൂ മന്ത്രി പി ടി ചാക്കോയെ കുറിച്ച് അക്ഷരം പറയാതെ നിയമസഭ അവസാനിപ്പിക്കുന്നത് കോൺഗ്രസ് വീണ്ടും പി ടി ചാക്കോയുടെ ചങ്കിലേക്ക് കടാര കുത്തിയിറക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. ലീഗുകാർ വിട്ടില്ല. CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തില് അലക്സാണ്ടർ പറമ്പിത്തറയ്ക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. ഏതായാലും വീണ്ടും നിയമസഭ ചേർന്നപ്പോൾ ഈ 15 MLA കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ചു. ശങ്കർ മന്ത്രിസഭ താഴെ വീണു, നിലം പതിച്ചു. അങ്ങനെ ഈ 15 MLA പി ടി ചാക്കോയുടെ വിശ്വസ്തരായ കുറെ അനുയായികളും കോട്ടയം ലക്ഷ്മി നിവാസ് ഓഡിറ്റോറിയം അത്ര വലിയ ഓഡിറ്റോറിയം ഒന്നുമല്ല, കോട്ടയക്കാർക്കറിയാം. അവിടെ ചേർന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നം, നമ്മൾ പുതിയ പാർട്ടിക്ക് പേര് കൊടുക്കും. അടിയുറച്ച കോൺഗ്രസ്സുകാരനും പി ടി ചാക്കോയുടെ ഒരു വലിയ ആരാധകനുമായിരുന്ന അന്തരിച്ച പ്രൊഫസർ ജോസഫ് പുലിക്കുന്നേലാണ് നമ്മുടെ പാർട്ടിക്ക് നമുക്ക് കേരള കോൺഗ്രസ് എന്ന് പേര് നൽകാമെന്ന് പറഞ്ഞത്. ഹർഷാരവത്തോടെ സദസ് അംഗീകരിച്ചു. മന്നത്ത് പത്മനാഭനും ആ പേരിനോട് യോജിച്ചു. മന്നത്ത് പത്മനാഭന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാ: കോട്ടപ്പുറം കേട്ടോണം, കോട്ടപ്പുറത്തെ പോലുള്ളവരൊക്കെ കേട്ടോണം, ഞാൻ കേരള കോൺഗ്രസ് എന്ന യാഗാശ്വത്തെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിടുന്നു. പിടിച്ചു കെട്ടാൻ കഴിവുള്ളവർ പിടിച്ചു കെട്ടട്ടെ. കോട്ടപ്പുറം ആ യാഗാശ്വം ഇന്നും മലയോരത്തിലെ കൃഷിക്കാരുടെ ഇടയിലൂടെ, ഇടനാട്ടിലെ കൃഷിക്കാരുടെ ഇടയിലൂടെ, കുട്ടനാട്ടിലെ പാവപ്പെട്ട നെൽകർഷകരുടെ ഇടയിലൂടെ, പാലക്കാട്ടെ നെൽകർഷകരുടെ ഇടയിലൊക്കെ ഇന്നും തളരാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ആകാശത്തെ പിടിച്ചു കെട്ടാൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും കേരളത്തിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കോട്ടപ്പുറം ആദ്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇയാളെ അയാളൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് കേരള കോൺഗ്രസ്. നിങ്ങൾ ഇനി പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. 65 തെരഞ്ഞെടുപ്പ് നടക്കും. ജനിച്ചിട്ട് 6 മാസം പോലും തികയാത്ത പാർട്ടിയാണ്. ഒക്ടോബർ 9 കേരള കോൺഗ്രസ് ജന്മം കൊള്ളുന്നത്. 6 മാസം പോലും തികയുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ കേരള കോൺഗ്രസ് നേടി. കോൺഗ്രസിന് കിട്ടിയത് 36, 34, 38 സീറ്റുകൾ EMSന് കിട്ടി. ഇപ്പം ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഭൂരിപക്ഷമില്ല. EMS അന്ന് KM ജോർജിനോട് പറഞ്ഞു, KM ജോർജ് ഗവൺമെന്റ് ഉണ്ടാക്ക്, ഞാൻ പിന്തുണ തരാം. ഒറ്റ കാര്യം ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കും: ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഞങ്ങളുടെ കുറച്ച് സഖാക്കൾ ജയിലിൽ കിടപ്പുണ്ട്. അവരെ മോചിപ്പിക്കണമെന്ന് കാണിച്ച് ഞാൻ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും. KM ജോർജ് എന്നെ പിന്താങ്ങണ്ട, മിണ്ടാതിരുന്നാ മതി എന്ന് പറഞ്ഞു. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. KM ജോർജ് എന്നെ തയ്യാറായില്ല. ഇന്ന് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമായി ചിന്തിച്ചാൽ വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചത്. രാഷ്ട്രീയമായ ഒരു വലിയൊരു വിവരക്കട കാണിച്ചത്. എന്തെങ്കിലുമാട്ടെ പോയി EMS പിന്നെ നിയമസഭ പിരിച്ചുവിട്ടു. നിയമസഭ പിരിച്ചു വിട്ടു. 67 തിരഞ്ഞെടുപ്പുണ്ടായി. വലിയ കോൺഗ്രസിന് അന്ന് കിട്ടിയ എത്രയാന്ന് കോട്ടപ്പുറത്തിന് അറിയാം: 9. ബുദ്ധിമാനായ EMS സപ്തകക്ഷി മുന്നണി രൂപീകരിച്ചുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. കേരള കോൺഗ്രസിന് ലഭിച്ചത് 5. പക്ഷേ നിയമസഭയിൽ ശോഭിച്ചത് കേരള കോൺഗ്രസ് ബെഞ്ചുകളാണ്. KM മാണി എന്ന രാഷ്ട്രീയക്കാരനെ കേരളം അറിഞ്ഞു തുടങ്ങി. ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൂടെ കേരളം അറിഞ്ഞു തുടങ്ങി. 69 അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് ഉണ്ടാകുന്നു. കാരണം നിയമസഭ പിരിച്ചുവിട്ടില്ലായിരുന്നു. ആ ഗവൺമെന്റിലെ കേരള കോൺഗ്രസ് പങ്കാളിയായി. KM ജോർജ് ട്രാൻസ്പോർട്ട് മന്ത്രിയായി. അന്ന് KM ജോർജ് ചെയ്ത പണി എന്നാന്നറിയാവോ?
അതിനു മുമ്പ് വരെ ഇമ്പിച്ചി ബാവ സിഗരറ്റ് പാക്കറ്റിൽ എഴുതി കൊടുത്ത് KSRTC നിയമനങ്ങൾ നടന്നത് അങ്ങനെ ആയിരുന്നു ഒരിക്കൽ KM ജോർജ് KSRTCയുടെ നിയമനങ്ങൾ PSCക്ക് വിട്ടു. അങ്ങനെ അഴിമതി മുക്ത ഭരണത്തിന് KM ജോർജ് അന്ന് തുടക്കം കുറിച്ചു. കോട്ടപ്പുറം പിന്നെ 70 തെരഞ്ഞെടുപ്പ് ഉണ്ടായി കേട്ടോ. ആ തെരഞ്ഞെടുപ്പിലെ എല്ലാവരും കേരള കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. 14 സീറ്റുകൾ കേരള കോൺഗ്രസിന് കിട്ടി. കേരള കോൺഗ്രസിന്റെ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ തിളക്കമാർന്ന ബെഞ്ചുകളായിരുന്നു. കടുത്തുരുത്തിയിലെ O. ലൂക്കോസ് ഉൾപ്പെടെ എന്തോ ഒരു സുന്ദരമായ വാചാലമായ പ്രസംഗങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. 71 കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ കോട്ടപ്പുറം കാര്യം മനസ്സിലായ കോൺഗ്രസ്സുകാരനായ CM സ്റ്റീഫൻ പറഞ്ഞു ഇതൊരു പഴത്തൊലി പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു ഈ പഴത്തൊലിയെ ചവിട്ടി സ്റ്റീഫൻ വീണിരിക്കുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു കേട്ടോ. കോട്ടപ്പുറം അതും മനസ്സിലാക്കൂ. അയാൾ തോറ്റു. 71 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു. ഡൽഹിയിൽ ഇരുന്ന് ഇന്ദിരാഗാന്ധിക്ക് ബോധ്യമായി കേരള കോൺഗ്രസ് കൂടി ഈ മുന്നണിയിലേക്ക് വന്നെങ്കിലേ കേരളം തൂത്തു വരാൻ പറ്റുള്ളൂ. ചർച്ചകൾ നടന്നു. 3 പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസിന് നൽകി. 3ലും ജയിച്ചു. കോൺഗ്രസിന് ഭൂരിപക്ഷവും കിട്ടി. CPM 1 സീറ്റിലേക്ക് ഒതുങ്ങി. ആ 3 പേരുടെ പേരൂടെ കോട്ടപ്പുറം സദസ്സിലെ പറയാം. R. ബാലകൃഷ്ണപിള്ള, വർക്കി ജോർജ്, MN ജോസഫ്. അപ്പൊ കേരള കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? 14 അതിശക്തന്മാരായ MLA-മാരും 3 MP-മാരും ഉള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് വളർന്നു. ഞാൻ ചുരുക്കി കാര്യങ്ങളിലേക്ക് പോവാ. കോട്ടപ്പുറം തല്ലിക്കാൻ വരുന്നുണ്ട്. പിന്നെയാണ് ആദ്യം കേരള കോൺഗ്രസ് തന്നെ ഇത് പഠിപ്പിച്ചിട്ട് തന്റെ പൊട്ടത്തരത്തിന് മറുപടി പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. 75 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ എതിർത്തുകൊണ്ട് അന്ന് കേരള കോൺഗ്രസ് EMSന്റെ മുന്നോടിയോടൊപ്പം EMSന്റെ കൂടെ എന്നത്. EMS നിങ്ങൾക്കറിയാം, കോട്ടപ്പുറം അതിലെ പറഞ്ഞേക്കാം 42 അസംബ്ലി സീറ്റുകൾ EMS കേരള കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ചു. ഒന്നിനൂടെ 42 സീറ്റുകൾ ആരാ മാറ്റിവെച്ചത്? കേരളം കണ്ട ഏറ്റവും വലിയ ഭീഷ്മാചാര്യ EMS മാറ്റിവെച്ചു. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ വന്നപ്പോഴോ KM ജോർജ്, R. ബാലകൃഷ്ണപിള്ള, EMS എല്ലാം ജയിലിൽ പോയി. പാർട്ടി ആലോചിച്ച് മാണി സാറിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. കാരണം പാർട്ടിയെ നയിക്കാൻ ഒരാൾ വേണ്ടി. അടിയന്തരാവസ്ഥ ഇത്ര കാലത്തേക്ക് ഉള്ളൂ അറിയാവൂ. പാർട്ടിയെ നയിക്കാൻ സംഘടനാ വൈഭവമുള്ള ഒരാൾ വേണം. അതുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം അറസ്റ്റ് വരിച്ചില്ല. പിന്നീട് അങ്ങോട്ട് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിമാരെ തട്ടിയിട്ട് KM ജോർജിനും ബാലകൃഷ്ണനും വഴി അടക്കാൻ വരാം. KM-മാരുടെ ഒക്കെ വീട്ടിൽ കൂടെ വരിക. നിങ്ങളുടെ ഭരണത്തിൽ വരണം. ഒരു രക്ഷയിലെ അത്യാവശ്യം സഭാ മേധാവികളെ പിടിച്ചു ഇന്ദിരാഗാന്ധി. യന്ത്രത്തിന് പലതും കഴിയുമല്ലോ. എങ്ങനെയാണെങ്കിലും 1975 ഡിസംബർ മാസം 26-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ 6 മാസം കഴിഞ്ഞ് 1975 ഡിസംബർ 26-ാം തീയതി കേരള കോൺഗ്രസ് അച്യുതൻ ഗവൺമെന്റ് പങ്കാളിയായി. KM മാണി ധനകാര്യ നിയമവകുപ്പ് മന്ത്രിയായി. R. ബാലകൃഷ്ണപിള്ള ട്രാൻസ്പോർട്ട് എക്സൈസ് മന്ത്രിയായി. ഭരണം തുടർന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് കേരള കോൺഗ്രസ് ഗവൺമെന്റിനോട് ചെയ്തത്. പക്ഷേ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടേണ്ടതായിട്ട് വന്നു. എങ്ങനെയാ? അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ടതായിട്ട് വന്നു. തുടർന്ന് ജയിലിൽ കിടന്നുകൊണ്ടാണ് പല നേതാക്കളും മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പില് ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. കോട്ടപ്പുറം കേട്ടോണം കേട്ടോ. ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അങ്ങനെ ചൗധരി ചരൺ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായും ഗവൺമെന്റ് വന്നു. അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യം, ജോർജ് ഫെർണാണ്ടസ് വ്യവസായം, അടൽ ബിഹാരി വാജ്പേയി പ്രക്ഷേപണ വകുപ്പിന്റെ മന്ത്രി, ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി,
അതൊരു ഒന്നൊന്നര മന്ത്രിസഭയായിരുന്നു കേട്ടോ കോട്ടപ്പുറം. പക്ഷേ അവർ തമ്മിലടിച്ചു, തകർന്നു. ഞാൻ ചരിത്രത്തിലേക്കുള്ള പോകുന്നില്ല.